ഈ നടത്തണ്ടല്ലോ, ഇത് വെറുമൊരു നടത്തമല്ല, എന്നിലേക്ക് തന്നെയുള്ളൊരു യാത്രയാണ്. ഈ നിശബ്ദത എനിക്ക് തരുന്ന ഒരു മനസ്സമാധാനമുണ്ട്. ചുറ്റുമുള്ള പക്ഷികളുടെ ശബ്ദം, കാറ്റിൻ്റെ സ്പർശനം, ഇതൊക്കെ നമ്മൾ തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു വിരക്തി തോന്നും, ഒരു വെറുപ്പ് തോന്നും. അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഏകാന്തതയെ പേടിക്കുന്നവരാണ്. ഒറ്റക്കാവുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സങ്കടമുള്ള കാര്യമാണെന്ന് നമ്മൾ കരുതും. പക്ഷെ കുറച്ചു സമയം ഇങ്ങനെ തനിച്ച് നടക്കുമ്പോൾ, ഈ പ്രകൃതിയെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ഏകാന്തതക്കൊക്കെ മറ്റൊരു ഭംഗിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്ന് ഞാൻ ഈ പാർക്കിലൂടെ വെറുതെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അതാണ്. എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ, എൻ്റെ ചിന്തകളൊന്ന് ക്രമീകരിക്കാൻ ഈ തനിച്ചിരിക്കൽ അത്യാവശ്യമാണ്. ചില ദിവസങ്ങളുണ്ട്, ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടാകും. ഒച്ചയും ബഹളങ്ങളും ചിരികളും കൊണ്ട് ലോകം അതിൻ്റെ വഴിക്ക് പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ മാത്രം വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. കട്ട പിടിച്ച ഇരുട്ട് പോലെ ഒരു തരം മരവിപ്പ്. ആരും നമ്മളെ കേൾക്കുന്നില്ല എന്നൊരു തോന്നൽ. കൂടെയുള്ളവരൊക്കെ വെറുനീളുകൾ മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകും. നമ്മൾ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോകാറില്ലേ? ചിലപ്പോഴൊക്കെ നമ്മൾ ജീവനേക്കാൾ സ്നേഹിച്ചവരായിരിക്കാം നമ്മൾ ഈ ഏകാന്തതയുടെ നടുവിലേക്ക് തള്ളിവിടുന്നത്. ഒറ്റപ്പെടുക എന്നാൽ അതൊരു ശാപമാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ നൂറുകണക്കിന് പേരുകളുണ്ടാകും വിളിക്കാൻ. പക്ഷേ ഒരു സങ്കടം വരുമ്പോൾ നെഞ്ചൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കാൻ നമുക്കിവിടെ വല്ലാത്ത ശ്വാസം മുട്ടുന്നു, എനിക്കിവിടെ വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടാകില്ല. അവഗണനയുടെ ഒരു ചെറിയ വാക്ക് മതി നമ്മൾ കെട്ടിപ്പടുത്ത വലിയ കൊട്ടാരങ്ങളൊക്കെ തകർന്നടിയാൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് തീർത്ത ദിവസങ്ങൾക്കിടയിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോയിരുന്നു. എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ചിരികൾ ഞാൻ അടക്കി വച്ചിരുന്നു. ഈ ഒരു ഏകാന്തത ഇത് എന്നെ തകർക്കാൻ വന്നതല്ല, എന്നെ എനിക്ക് തന്നെ തിരിച്ചു തരാൻ പ്രകൃതി ഒരുക്കിയ ഒരു മരുന്നാണിത്. കരഞ്ഞു തീർത്ത രാത്രികൾക്ക് ശേഷം ഉദിക്കുന്ന സൂര്യന് വല്ലാത്തൊരു ഭംഗിയുണ്ടാകും. വീണുപോയ ഇടത്തു നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു മാസ് എൻട്രി ഈ ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, കൂടെ ആരുമില്ല എന്ന് തോന്നുമ്പോൾ കരഞ്ഞുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങരുത്. ഇറങ്ങി നടക്കണം ഇങ്ങനെയുള്ള ഒരു പാർക്കിലേക്ക്, പ്രകൃതിയിലേക്ക്.